എല്ലാവർക്കും നമസ്കാരം. അങ്ങനെ കേരളത്തിലെ ജനങ്ങൾ വളരെ പ്രതീക്ഷയോടെ 102 സീറ്റൊക്കെ നൽകി അധികാരത്തിൽ കയറ്റിയ UDF ഗവൺമെൻറ് ആദ്യം വിജയകരമായി നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന പദ്ധതിയെക്കുറിച്ച് പറയാം. പദ്ധതി അടുത്ത 2-3 മാസം കൊണ്ട് പൂർണ്ണ വിജയത്തിലെത്തും. ഇനി പദ്ധതി എന്താണെന്ന് പറയാം. കേരളത്തിൽ ഓടുന്ന സ്വകാര്യ ബസ്സുകളെ മുഴുവൻ പൂട്ടിക്കെട്ടിച്ച് ഷെഡിൽ കയറ്റി ആ ബസ്സുകളിലെ തൊഴിലാളികളെയും അവരുടെ കുടുംബാംഗങ്ങളിലെയും പട്ടിണിയിലേക്ക് തള്ളിവിട്ട വിജയകരമായ പദ്ധതി. ഇപ്പോൾ ഏതാണ്ട് 7000 മുതൽ 7300 വരെ സർവീസുകളാണ് കേരളത്തിൽ നിലവിലുള്ളത്. അത് മുഴുവൻ 2 മാസം കൊണ്ട് 99% പൂട്ടിക്കിട്ടും. രാഹുൽ ഗാന്ധിയുടെ കിരീടത്തിലെ ഒരു പൊൻതൂവലായി ഇത് മാറും. ഇനി സ്ഫടിക സിനിമയിൽ പറഞ്ഞതുപോലെ അനക്കും ഇരിക്കട്ടെ ഒരു കുതിരപ്പവൻ എന്ന് പറഞ്ഞ പോലെ ഈ പ്രൈവറ്റ് ബസ് വ്യവസായം മുടിച്ച് തേച്ച് കഴുകിയതിന് മുഖ്യമന്ത്രി VD സതീശനോട് പറയട്ടെ, അനക്കും ഇരിക്കട്ടെ ഒരു കുതിരപ്പവൻ. ഇത് കഷ്ടമാണ്. ഒരു പ്രൈവറ്റ് ബസ് ഒരു ദിവസം ആവറേജ് 100 ലിറ്റർ ഡീസൽ അടിക്കുമെന്നാണ് ഇതിൻ്റെ ഓപ്പറേറ്റർമാർ ഉടമസ്ഥന്മാർ പറയുന്നത്. ഒരു ദിവസം ഒരു 300 കിലോമീറ്റർ താഴെയാണ് സാധാരണ ബസ് ഒരു ദിവസം ഓടുന്നത്, പ്രൈവറ്റ് ബസ്. ലിറ്ററിന് 10 രൂപ വെച്ച് ഈയിടെ സർക്കാർ വില വർദ്ധിപ്പിച്ചത് ഡീസലിന്. അതായത് ദിവസം അവർക്ക് അധിക ചെലവ് വരുന്നത് 1000 രൂപ. ഈ 1000 രൂപ വെച്ച് 365 ദിവസം ഓടുമ്പം 3,65,000 രൂപ കൂടുതൽ അങ്ങോട്ട് കൊടുത്താലേ ബസ്സുകൾക്ക് റോഡിൽ കിടന്ന് ഓടാനുള്ള ഡീസൽ കൊടുക്കുള്ളൂ. എന്നിട്ട് ബസ്സുകളുടെ നികുതി സർക്കാർ ഒരു 60,000 രൂപ കുറച്ച് കൊടുത്തു. ബസ്സിന് ഒരു വർഷം 1,20,000 രൂപയായിരുന്നു നികുതി ഉണ്ടായിരുന്നത്. അതിനകത്ത് നമുക്ക് വേണമെങ്കിൽ രാഷ്ട്രീയക്കാരുടെ ഭാഷയെ പറഞ്ഞാൽ നമുക്കിങ്ങനെ മനസ്സിലാക്കാം. 3,65,000 രൂപ മേടിച്ചിട്ട് 60,000 രൂപ കുറച്ച് കൊടുത്തു. വലിയ സംഭവമാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 3,65,000 രൂപ ഇങ്ങോട്ട് പിടിച്ചു പറിച്ചിട്ട് 60,000 രൂപ അങ്ങോട്ട് കുറച്ച് കൊടുത്തു. ഈ ബസ്സുടമ, വർക്ക്ഷോപ്പുകാരൻ, ടയർ കടക്കാരൻ, ഗ്രീസ് അടിക്കുന്നവൻ, സർവീസ്, ഇങ്ങനെയുള്ളതിൻ്റെ ജോലിക്കാരെല്ലാം ഉൾപ്പെടെ ഒരു ബസ്സുമായി ബന്ധപ്പെട്ട് മിനിമം 5 പേരും അവരുടെ കുടുംബാംഗങ്ങളും ജീവിക്കുന്നുണ്ട്. 7300 ബസ് റോഡിൽ ഓടുന്നുണ്ടെങ്കിൽ ഉണ്ടെന്നുള്ളത് അവർ കണക്ക് പറയുന്നത്. 7300 ഗുണം 5 എന്ന് പറഞ്ഞാൽ 36,500 ജോലിക്കാർ ഇത്തലുണ്ട്. കൃത്യം നോക്കുമ്പോൾ അതിൽ കൂടുതൽ ആളുകൾ ഉണ്ടെന്നുള്ളതാണ് സത്യം. ഈ 36,500 ജോലിക്കാരെ വീട്ടിലൊരു 5 പേര് വെച്ചുണ്ടെന്ന് നമ്മൾ കൂട്ടിയാൽ 1,82,500 ആളുകൾ ഇവരുടെ കുടുംബങ്ങളിലുണ്ട്, കുടുംബാംഗങ്ങളായിട്ട്. അതായത് ഈ 1,82,500 ആളുകൾ വഴിയാധാരമായപ്പോൾ എന്തു സന്തോഷം UDFന്. KSRTCയിൽ ഈ സ്ത്രീകളുടെ സൗജന്യ യാത്ര പ്രഖ്യാപിച്ച രാഹുൽ ഗാന്ധിയുടെ പേര് ഇനി മുഹമ്മദ് ബിൻ തുഗ്ലക് എന്നാക്കി മാറ്റിയ വളരെ നല്ലതാണ്. കാരണം 1,82,500 പേരുടെ കഞ്ഞുകൂടി മുട്ടിച്ച, ജീവിതം വഴിമുട്ടിച്ച നടപടിയെ തുഗ്ലക് പരിഷ്കാരം എന്നല്ലാതെ എന്നതാണെന്നാണ് വിളിക്കുന്നത്. ഇനി 7300 പ്രൈവറ്റ് ബസ് ഓടുമ്പോൾ സർക്കാരിന് കിട്ടുമായിരുന്ന വരുമാനത്തെക്കുറിച്ച് പറയാം. ഈയിടെ ഒടുക്കത്തെ കൂട്ടിയ ചാർജും പ്രകാരം നമ്മൾ നിലവിലുള്ള ഡീസലിൻ്റെ വില വെച്ച് നോക്കുമ്പം ദിവസം 100 ലിറ്റർ ഡീസൽ ബസ്സിന് വേണം. ഇപ്പം 106 രൂപ വിലയുള്ളതിൽ ഏതാണ്ട് 70 രൂപയോളം ഇതിൻ്റെ ടാക്സാണ് കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകളുടെ. അപ്പം 100 × 70 എന്ന് പറഞ്ഞാൽ 7000 രൂപ ദിവസം കിട്ടും. അതായത് 7300 ബസ്സിന് 7000 രൂപ വെച്ച് കൂട്ടിയാൽ 5.11 കോടി ഒരു ദിവസം കിട്ടും. 5 കോടി മിച്ചം കിട്ടും. അത് വർഷം കണക്കൂട്ടി നോക്കുമ്പം ഏതാണ്ട് 1865 കോടി കിട്ടും. ഇനി ഇതിൻ്റെ ടാക്സ് 7300 ബസ്സുകൾക്ക് 60,000 രൂപ വെച്ച ടാക്സ് ഉണ്ട്. അത് തന്നെ ഏതാണ്ട് 44 കോടിയുണ്ട്. ഇനി ഈ 1,82,500 പേരുടെ ഒരു ദിവസത്തെ ജീവിത ചെലവ്, രാവിലെ എഴുന്നേൽക്കുമ്പോൾ പല്ല് തേക്കുന്നത് തൊട്ട് സകലതും കൂടെ കൂട്ടിയ ഒരു 200 രൂപ ഒരാളുടെ ജീവിത ചെലവാണെങ്കിൽ അത് 3.65 കോടിയുണ്ട്.
അതിൻ്റെ ഒരു 10% GST ആയിട്ട് വരും. അത് 36.5 ലക്ഷം രൂപയുണ്ട്. അതായത് ഒരു വർഷം വണ്ടിയുടെ മെയിൻ്റനൻസ്, പിന്നെ ഇൻഷുറൻസ്, ടാക്സ്, മറ്റ് ചെലവുകളെല്ലാം ഉൾപ്പെടെ ഒരു 3000 കോടി രൂപ സർക്കാരിന് വരാനുണ്ടായിരുന്നത് പോയി കിട്ടി. നിങ്ങളോട് ഞാൻ ചോദിക്കട്ടെ, ഇവനെയൊക്കെ അല്ലേ, ഇതുപോലത്തെ നടപടികളിലൂടെ നഷ്ടം വരുത്തി ഇവനെയൊക്കെ അല്ലേ തനി ഊളന്മാരെന്ന് വിളിക്കേണ്ടത്? 3000 കോടി കൊണ്ട് കളഞ്ഞു സർക്കാരിന് കിട്ടാനുണ്ടായിരുന്നത്. ഈ പ്രൈവറ്റ് ബസ്സുകൾ നിന്നുപോയാൽ ഗ്രാമീണ മേഖലയിലെ ജനങ്ങൾ എന്തു ചെയ്യും? ഗ്രാമങ്ങളിൽ ആവശ്യത്തിന് KSRTC ബസ്സുകൾ സർവീസ് നടത്തുന്നുണ്ടോ? നിങ്ങൾ തന്നെ പറ. ഗ്രാമങ്ങളിലെ തൊഴിലാളികൾ എന്തു ചെയ്യും? അവരുടെ കുടുംബാംഗങ്ങൾ എന്തു ചെയ്യും? ഇനി 1,82,500 ആളുകളെ പട്ടിണിയാക്കിയതിൻ്റെ യഥാർത്ഥ ഗുണം ആർക്കാണ് കിട്ടുന്നത്? ഞാൻ മനസ്സിലാക്കുന്നത് കൂടുതലും ഇൻകം ടാക്സ് അടയ്ക്കുന്ന സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് കിട്ടും. അല്ലാതെ ആരാ ഇപ്പോൾ സ്ഥിരമായിട്ട് KSRTC യാത്ര ചെയ്യുന്നത്? സൗജന്യ യാത്രയ്ക്ക് അർഹതപ്പെട്ടവർക്ക് വല്ല കാർഡും കൊടുത്തിട്ട്, ഈ ST കാർഡ് പോലെയോ അല്ല ഏതെങ്കിലും ഒരു കാർഡ് കൊടുത്താൽ അർഹതപ്പെട്ടവർ യാത്ര ചെയ്യും. അല്ലാത്തവരെന്തിനകത്ത് യാത്ര ചെയ്യുന്നത്? ഇനി പണ്ട് പീലാത്തോസ് പറഞ്ഞതുപോലെ എനിക്ക് ഈ നീതിമാൻ്റെ രക്തത്തിൽ പങ്കില്ലെന്ന് പറഞ്ഞ പോലെ LDFകാർ പറഞ്ഞു, ഞങ്ങളോ ഞങ്ങളുടെ സ്ത്രീകളോ ഈ പരിപാടിക്കില്ല, ഞങ്ങൾക്ക് ഈ പാപഭാരത്തിൽ പങ്കില്ല, ഞങ്ങളുടെ സ്ത്രീകൾ ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്യും. ഒതുക്കത്തിൽ അവർ യാത്ര കയറി പോകുമെന്നുള്ളതൊക്കെ സത്യമാണെങ്കിലും ഈ പാപഭാരത്തിൽ നിന്ന് അവരെ മുൻകൂർ ജാമ്യം എടുത്ത് അവർ ഒഴിഞ്ഞു. കാരണം അവർക്കറിയാം, ഈ 10 വർഷം ഇത് കൊണ്ടു നടന്ന് അവർക്കറിയാം KSRTC മുടിച്ച് തേച്ച് കഴുകും. ഇത് CPMമാർക്ക് നേരത്തെ മനസ്സിലായ കാര്യമാണ്. വിവരമില്ലാത്ത അവർക്ക് പോലും ഈ കാര്യം മനസ്സിലായെങ്കിൽ ബുദ്ധിമാന്മാരായ കോൺഗ്രസ്സുകാർക്ക് ഇത് മനസ്സിലായില്ല എന്ന് പറയുന്നത് എന്തൊരു കഷ്ടമാണ്. ഇനി ഞാൻ പൊതുജനത്തോട് പറയുക, ഭരിക്കുന്നവന്മാർക്ക് തലയ്ക്കകത്ത് മൂളയില്ലലും ഭരിക്കപ്പെടുന്ന നമുക്ക് തലയ്ക്കകത്ത് ശകലവലും ബോധം വേണ്ടേ? ബോധമുള്ള സ്ത്രീകളോട് പറയട്ടെ, നിങ്ങൾ ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്യണം. ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്യാൻ ശേഷിയുള്ള എല്ലാ സ്ത്രീകളും ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്യണം. ഞാൻ പറയുന്നത് പ്രൈവറ്റ് ബസ്സിൽ തന്നെ യാത്ര ചെയ്യണം. കാരണം ആ പ്രസ്ഥാനം നശിപ്പിക്കരുത്. കുറച്ചു കാലം മുമ്പ് വരെ രാത്രിയിൽ ധാരാളം KSRTC ബസ്സുകൾ പ്രത്യേകിച്ച് കോട്ടയം കുമളി റൂട്ടിലൊക്കെ ഉണ്ടായിരുന്നു. ഇന്നതൊന്നും ഇല്ല. വൈകുന്നേരം പോകണമെങ്കിൽ വേണേൽ ഓട്ടോറിക്ഷ വിളിച്ചോണം. 4-5 പേര് കുമളിയിലൊക്കെ വന്നിറങ്ങിയിട്ട് ഓട്ടോറിക്ഷ വിളിച്ചിങ്ങോട്ട് വരിക. അതുകൊണ്ട് നിങ്ങൾ ടിക്കറ്റ് എടുത്ത് തന്നെ യാത്ര ചെയ്യണം. പ്രൈവറ്റ് ബസ് നിന്ന് പോയാൽ ഭയങ്കര വിഷയം ഉണ്ടാകും. ഇനിയിപ്പം സംഭവിക്കാൻ പോകുന്നത് എന്നാണെന്നറിയോ? ഈ വനിതാ സൗജന്യ യാത്ര അങ്ങോട്ട് പുരോഗമിക്കുമ്പോൾ ആദ്യം സ്വകാര്യ ബസ് മേഖല തന്നെ നിൽക്കും. കുറച്ച് കഴിയുമ്പോൾ KSRTCയും വീഴും. KSRTC ഇപ്പോൾ തന്നെ അന്ത്യശ്വാസം വലിച്ച് ICU കിടക്കുന്ന പ്രസ്ഥാനമാണ്. വീണില്ലെങ്കിൽ ബസ്സിൽ സൗജന്യം കൊടുത്തിട്ട് ആ പൈസയും കൂടെ കറണ്ട് ബില്ലിൻ്റെ കൂടെ സർക്കാർ പിടിച്ചു മേടിക്കും. സർക്കാരിനോടാ കളി. ഇനി ഏതൊക്കെയായാലും നമ്മളൊന്ന് ചിന്തിച്ചോണം, ഭരിക്കുന്നവൻ്റെ വീട്ടിൽ നിന്ന് 1 രൂപയും കൊണ്ടുവന്ന് അവരിത് നടത്തുകയില്ല. ഈയിടെ ഉണ്ടല്ലോ, ഒരു രസം പറയാം. ഒരു പുരുഷൻ വളരെ സങ്കടത്തോടെ എന്നോട് പറഞ്ഞു, ഒരു മെസ്സേജ് അയച്ചു, ചേട്ടാ നിങ്ങൾ പറയുമ്പോൾ പുരുഷന്മാർക്ക് മാസത്തിൽ 1 കുപ്പി വില കുറഞ്ഞ മദ്യം ജവാനാണേലും മതി, അത് ഫ്രീ ആയിട്ട് തരാൻ പറയണം. ഒന്നാമത് റേഷൻ കാർഡ് സ്ത്രീകളുടെ പേരിൽ, അതിനകത്ത് പുരുഷന്മാരുടെ വില പോയി. സ്ത്രീകൾക്ക് സൗജന്യ യാത്ര, പെൺകുട്ടികൾക്ക് മാസം 1000 രൂപ. പണിയെടുക്കുന്ന ആണുങ്ങൾക്ക് പെറ്റി, പെനാൽറ്റി, അടി, കുടുംബഭാരം, ഇതൊക്കെയാണ് പണിയെടുക്കുന്ന ആണുങ്ങൾക്ക്. ഇനി പുരുഷന്മാരോട് പറയട്ടെ, UDF എന്ന് പറയുന്നത് നിങ്ങളുമായി യാതൊരു ബന്ധമുള്ള കേസല്ല. UDF വനിതകളുടെ പാർട്ടിയാണ്. എനിക്കൊരു സംശയം, കേരളത്തിലെ ഭരണകർത്താക്കൾ, ഈ UDFൻ്റെ നേതാക്കന്മാരൊക്കെ പുരുഷ വേഷം കെട്ടിയ സ്ത്രീകൾ ഫെമിനിസ്റ്റുകൾ ആണോ എന്നെനിക്കൊരു സംശയം. ഈ കാഴ്ച പുരുഷന്മാരെ പോലെ തന്നെ തോന്നുമെങ്കിലും ഇവരെല്ലാം സ്ത്രീകൾ തന്നെയാണോ എന്ന് എനിക്കൊരു സംശയം. പുരുഷന്മാരോട് ഇവർക്ക് പറയാനുള്ളത് എന്നാണെന്നറിയോ? അത് ഇവരുടെ ഭാഷ പറയാം, പോയി പണിയെടുക്കണ നാറികളെ, എന്നിട്ട് കിട്ടുന്ന കാശ് കൊണ്ട് ആവശ്യത്തിന് മിച്ചം മദ്യം കുടിക്കട, ലോട്ടറി എടുക്കട, ഇല്ലാത്ത പണം നികുതിയായും പെറ്റിയായും പെനാൽറ്റിയായും കൊടുക്കട. ഈ സർക്കാർ സ്ത്രീകളുടേതാണ്. സ്ത്രീകൾക്ക് വേണ്ടി ഭരിക്കുന്ന കേരളത്തിലെ ജനാധിപത്യ അല്ലെങ്കിൽ സ്ത്രീ ആധിപത്യ ജനാധിപത്യം എന്നതിന് പറയും. സ്ത്രീകൾ മാത്രമുള്ള കേരളമാണ് UDFൻ്റെ സ്വപ്നമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. സ്ത്രീകൾ മാത്രമുള്ള രാജ്യമാണ് രാഹുൽ ഗാന്ധിയുടെ സ്വപ്നം. അവർ പറയുന്നത് ഇവിടെ പുരുഷന്മാർ പണിയെടുക്കാനും നികുതി അടയ്ക്കാനും ലോട്ടറി എടുക്കാനും കള്ളു കുടിക്കാനും പെറ്റി അടിക്കാനും മാത്രമാണെങ്കിൽ കേരളത്തിൽ നിന്നാൽ മതി. ഇല്ലെങ്കിൽ കേരളം വിട്ട് വേറെ ഏതെങ്കിലും രാജ്യത്തോട്ട് പോക്കോ. പുരുഷമുക്ത കേരളം UDFൻ്റെ സ്വപ്നം.
നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കി അങ്ങനെയാണോ എന്ന്. അങ്ങനെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.